ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. സോ ടുഡേയ്സ് വീഡിയോ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, പിന്നെ എൻ്റെ വാച്ച് ശരിയാക്കാൻ കൊടുക്കാൻ പോകാനുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട്. ചേച്ചിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മൂന്നാമത്തെ ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. ഇത് മൂന്നാമത്തെ ഇനി ലാസ്റ്റ് ഉണ്ട്. അത് 7th ആണ് കേട്ടോ ഡേറ്റ്. അന്ന് പോയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. എനിക്ക് എൻ്റെ ഫേസിൽ നെറ്റിയിൽ കുറേ ബ്ലാക്ക് ഡോട്ട് ഉണ്ട്. കുഞ്ഞിതാണ്, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കാണിക്കാനും കൂടി പോകണം. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചേച്ചി മാത്രമല്ല ഉള്ളത്, അമ്മയുണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പേടിയുള്ള സാധനമാണ് ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം സിറിഞ്ച് ഇങ്ങനെ എടുക്കുമ്പോൾ എന്തോ പേടിയാണ്. അങ്ങനെ ചേച്ചീനെ ഞാനിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ നമ്പറൊക്കെ മേടിച്ചിട്ട് വന്നു. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞ് എനിക്കുള്ള മരുന്നും, ചേച്ചിക്ക് ഇഞ്ചക്ഷനാണല്ലോ, മരുന്നൊന്നുമില്ല. അങ്ങനെ ചേച്ചി നേരെ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോ അവിടെ അലൗഡ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ അമ്മേനെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല റൂമിലേക്ക്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരിയായിരുന്നു. കാരണം രണ്ട് കയ്യിലും എടുത്തിട്ട് വന്നിട്ട് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കൂനമ്മാവിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ കൂനമ്മാവിലേക്ക് പോയി. കൂനമ്മാവ് പോണ വഴി 7up വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ വെയിലത്ത് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ കൂടി പറ്റില്ല, അത്ര ചൂടായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ബസ്സിൽ കയറി ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ ഓരോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വാച്ച് ശരിയാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ചേച്ചി ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടായിരുന്നു, ഓരോ ഷെയ്ഡ്സും. ആക്ച്വലി എൻ്റെ കയ്യിൽ ഓൾ ഷെയ്ഡ്സ് ഉണ്ട്, എല്ലാ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന കളറൊക്കെ സെയിം പോലെയായിരിക്കും. ഡാർക്ക് കളേഴ്സ്, ഈ റെഡ്, പർപ്പിൾ, അങ്ങനത്തെ എല്ലാ കളേഴ്സും എൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ മാച്ച് ചെയ്ത് നോക്കിയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അറ്റ് ലാസ്റ്റ് ഞാൻ റെഡ് ലിപ്സ്റ്റിക്കാണ് വാങ്ങിയത്. കാരണം ഈ ഗ്ലോസി പോലത്തെ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്കൊക്കെ ഭയങ്കര കട്ട പിടിച്ചിട്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അത് മേടിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വാച്ച് ശരിയായി കിട്ടി. അങ്ങനെ ഞാൻ റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഷോപ്പിൽ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുറേ ലിപ്സ്റ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ മേടിക്കാനൊന്നുമല്ലായിരുന്നു. അറ്റ് ലാസ്റ്റ് ഞാൻ റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തല്ലോ. പിന്നെ വേറെ കളേഴ്സൊന്നും നോക്കിയില്ല. പിന്നെ നെയിൽ പോളിഷ് എടുക്കാനുണ്ടായിരുന്നു ചേച്ചിക്ക്. ഇവിടെ കുറേ മാല, അതുപോലെ തന്നെ ഹെയർ ബുഷസ്, ഹെയർ ബാൻഡ്സ്, അതുപോലെ തന്നെ ഹെയർ ക്ലിപ്സ്, മാല, ഇയറിങ്സിൻ്റെ ഒക്കെ സെറ്റ് ഒരുപാടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഒരു ക്ലിപ്പ് എടുത്തു. അത് കഴിഞ്ഞ് ഈ ക്രാബ്സിൽ 3 ക്രാബ്സ് എടുത്തു. അത് കഴിഞ്ഞ് അമ്മ പൈസയൊക്കെ കൊടുക്കാൻ നിൽക്കായിരുന്നു. ചേച്ചി അവിടെ മാലയൊക്കെ നോക്കായിരുന്നു. ശരി, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു മാല, അതുപോലെ തന്നെ ഇയറിങ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ചു പോയി. നെക്സ്റ്റ് വീഡിയോ കാണാൻ. ടാറ്റാ, ബൈ.